ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഫ്രണ്ട്സ് എല്ലാം എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫ്രണ്ട്സ് 2 പേര് മാത്രമേ ഉള്ളൂ. കോഴിക്കോട് പോകണം കേട്ടോ. ജസ്റ്റ് നമ്മൾ കുറേ ആയി ഒരുമിച്ച് കണ്ടിട്ട്. ഞാനും ഇവളും കാണലുണ്ട്, പക്ഷേ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുമായിരുന്നു കേട്ടോ. ബാക്കി ഫ്രണ്ട്സിനൊന്നും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ പോയി ഒരു 10 മണിയൊക്കെ ആയ സമയത്ത് നമ്മളവിടെ എത്തിയിട്ട് നമ്മൾ നേരെ ബീച്ചിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആദ്യം എത്തി, പിന്നെയാണ് അവൾ വന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഫോക്കസ് മാളിലൊക്കെ പോയി. പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുത്തില്ല. അന്നത്തെ ഫോണിന് ചാർജ് കുറവായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റിൽ ഇങ്ങനെ പോയതുകൊണ്ട് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ബീച്ച് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ കുറേ നാളായി ബീച്ചിലൊക്കെ പോയിട്ട്. നമ്മുടെ കോഴിക്കോട് ബീച്ച് ഉണ്ട് എന്നുണ്ടെങ്കിലും കോഴിക്കോടല്ല, മലപ്പുറത്ത് ബീച്ച് ഉണ്ടെന്നുണ്ടെങ്കിലും അത് കുറേ ദൂരെയാണ് നമുക്ക്. എനിക്കിന്ന് കോഴിക്കോട് കുറച്ചുകൂടെ എളുപ്പം തോന്നുന്നു. അപ്പം നമ്മളിങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു. അതിന് ശേഷം പിന്നെ അവൾ പോയി. അതിന് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അവൾ ഫുഡ് കഴിക്കാൻ നിന്നില്ല, ട്രെയിൻ പോകുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് പിന്നെ നേരെ KSRTC പോയിട്ട് അവിടെ ബസ് ഉണ്ടായിരുന്നില്ല. പിന്നെ പാളയ സ്റ്റാൻഡിൽ പോയി, അവിടെ നിന്ന് ബസ് കയറി. അങ്ങനെയൊക്കെയായിരുന്നു കഥ. പിന്നെ നമ്മൾ നേരെ നിലമ്പൂർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിലമ്പൂരത്തെ റോഡിൻ്റെ വഴികളുടെയൊക്കെ അവസ്ഥയാണ്, നല്ല മഴയുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പം നമ്മൾ അങ്ങനെ വീടെത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ.